بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة وادخلوا آل فرعون أشد العذاب. قال الله عز وجل: زوروا موتاكم وسلموا عليهم وصلوا عليهم فإن لكم فيهم عبرة، أو كما قال رسول الله. മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, യുവാക്കളെ, യുവതികളെ, പരിശുദ്ധ റമളാൻ മാസത്തിലെ ഏറ്റവും പവിത്രമായ രാവ്, വിശുദ്ധ റമളാനിനു തന്നെ ആ റമളാനിൻ്റെ മഹത്വത്തിന് നിദാനമായ രാവ്, ഇതാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതുമാണ്. ആ പരിശുദ്ധമായ രാവ് മുസ്ലിം ലോകം ഏതാണ്ട് ഒന്നടങ്കം പരിശുദ്ധ റമളാനിലെ 27-ാം രാവിലാണെന്ന് മൊത്തമായി വിശ്വസിച്ചു വരുന്ന പോലെ പ്രതീക്ഷിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. ലോകമെങ്ങും എല്ലാ വിഭാഗം വിശ്വാസികളും, എല്ലാ മദ്ഹബുകാരും, എല്ലാ വീക്ഷണമുള്ളവരും, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പല വിഷയങ്ങളിലും അവർക്കിടയിലുണ്ടെങ്കിലും റമളാനിലെ 27-ാം രാവിന്റെ മഹത്വത്തെക്കുറിച്ച്, ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യതയുള്ള ആ രാവാണെന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഏറെക്കുറെ ഇല്ലെന്ന് പറയാം. പരിശുദ്ധ ഹറമുകളിൽ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി റമളാനിലെ തറാവീഹ് നമസ്കാരത്തിന്റെ ജമാഅത്തിൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഖത്ം ചെയ്തു പോകുന്ന രീതിയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഈ അടുത്ത കാലത്ത് അങ്ങനെയൊക്കെ ചിലയിടത്തുണ്ടെങ്കിലും പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ആദ്യം മുതലേ ഈ രീതിയാണ്. ആ രീതി അനുസരിച്ച് നടത്തി വരുന്ന ഖത്മുൽ ഖുർആൻ റമളാൻ ആദ്യ രാവ് തുടങ്ങിയാൽ ഖുർആനിന്റെ ഖത്മ് അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ റമളാനിലെ ഈ 27-ാം രാവിലാണ്. 27-ാം രാവ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും മഹത്തരമായ രാവും ഏറെ പ്രതീക്ഷിക്കാവുന്ന ലൈലത്തുൽ ഖദറിന്റെ രാവുമാണെന്ന ആശയിലാണ് പണ്ടുപണ്ടേ വഹയിന്റെ കേന്ദ്രങ്ങളായ, വഹി അധരിച്ച ദിവ്യ കേന്ദ്രങ്ങളായ മദീനയിലും മക്കയിലുമുള്ള ഈ മസ്ജിദുകളിലെ നടപടി. ഇപ്പോൾ വന്ന പരിഷ്കാരികളുടെ കാലത്തോ പുതിയ വിശ്വാസക്കാരുടെ കാലത്തോ മാത്രം തുടങ്ങിയതല്ല ഇത്. നല്ല മുത്തഖികളും നല്ല ഭക്തന്മാരും വിശ്വാസികളുമായിരുന്ന വലിയ മഹത്തുക്കളൊക്കെ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമ് വന്നിരുന്ന അക്കാലത്തും റമളാനിലെ ഖത്ം റമളാൻ 27-ാം രാവിലാണ്. അവിടെയൊക്കെയും പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ ഈ രാവാണെന്ന് വിശ്വസിച്ചു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ട് വിശ്വസിച്ച മുവഹിദുകളായ ഈ മുഅ്മിനീങ്ങളുടെ എല്ലാം പ്രതീക്ഷയും ആശയും ഒരുപക്ഷെ അവിടുന്ന് കടന്നു ഒരു ഉറച്ച വിശ്വാസമായിട്ടുള്ള ആ വിശ്വാസം വൃഥാവിലാക്കും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചുകൂടാ. മുസ്ലിമീങ്ങൾ മൊത്തമായി, പ്രധാനപ്പെട്ട ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ചിട്ടുള്ളതും നല്ലതായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നന്നെന്ന് മനസ്സിലാക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുള്ള ഹദീസ് പ്രകാരം ലോക മുസ്ലിമീങ്ങൾ മൊത്തം ലൈലത്തുൽ ഖദറാണെന്ന് തീരുമാനിച്ചിട്ടുള്ള ഈ രാവ് ഏറെക്കുറെ ഈ രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് മനസ്സിലാക്കാനും ധരിക്കാനും ആശിക്കാനും ഏറ്റവും വകയുള്ളതാണ്.
അള്ളാഹു നമ്മുടെ ആശ പൂർത്തീകരിക്കുമാറാവട്ടെ, സഫലമാക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ രാവിലെ നമ്മുടെ ഈ വാദ പരമ്പരയിൽ ദശകങ്ങളായി ഇങ്ങനെ പ്രത്യേകം ദുആയും 27-ാം രാവിലെ പ്രത്യേകം സംഭാവനകൾ നൽകലും, ഖബറുകൾ ദുആക്കലും, ഖബറാളികൾക്ക് ദുആക്കലും, ഖബറിന്റെ സന്ദർശനവും ഒക്കെ നടന്നു വരുന്നു. ഇത് നമ്മുടെ മാത്രം പതിവല്ല. മിക്കവാറും നമ്മുടെ നാടുകളിലെ മലബാർ ഏരിയകളിലെല്ലാം ഇന്നത്തെ രാത്രി പ്രത്യേകം ഒരു ഖബർ സിയാറത്ത്, ഖബറാളികൾക്ക് വേണ്ടിയുള്ള ദുആ, മരിച്ചവരെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള സ്വതക്ക, ഇതൊക്കെ നടന്നു വരുന്നുണ്ട്. ഇത് നാം പ്രത്യേകം കണക്കിലെടുത്തു തന്നെയാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ ഏതാണ്ട് 80 ചില്ലാനം വർഷത്തിന്റെ പുണ്യം ഒരൊറ്റ രാവിൽ 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഖണ്ഡിതമായി സംശയത്തിന് അവകാശമില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുള്ള ആ പ്രഖ്യാപനം ഒരു മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള ആയുഷ്കാലം എങ്ങനെയും 80 ചില്ലാനം വർഷം വരിക സാധാരണമല്ല. അസാധാരണമായിട്ടാണ് 80കൾ പിന്നിട്ട ആളുകളെയൊക്കെ നമ്മൾ കാണുന്നത്. 80കൾ പിന്നിട്ട ആളുകൾക്ക് അവരുടെ ജീവിതകാലം മുഴുവനും സുഹൃത്തങ്ങളും സൽക്രമങ്ങളും മാത്രം ചെയ്തുകൊണ്ട് ഒരു തിന്മയും ഒരു കുറ്റവും അവരിൽ നിന്ന് സംഭവിക്കാതെ അവർ ജീവിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടം എന്താണോ, പദവി എന്താണോ, ആ ഒരൊറ്റ പദവി ഈ ഒരൊറ്റ രാത്രിയിലെ സുഹൃത്തുക്കൾ മുഴുക്കെ അല്ലാഹു തആല സ്വീകരിച്ചാൽ വിശ്വാസികൾക്ക് നേടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ തന്നെ പ്രഖ്യാപനമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണമാണ്. അതിന് കേവലം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഈ രാത്രിയിൽ നമ്മൾ ചെലവഴിച്ചാൽ മാത്രം അത്രയും ബൃഹത്തായ പുണ്യം, വിപുലമായ പുണ്യം നമുക്ക് നേടാൻ കഴിയില്ല. കാരണം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാത പുലരി വരെ ആ രാത്രി സലാം. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. പ്രഭാതത്തിന്റെ പുലരി വരെയും ഈ രാത്രിയുടെ സലാം, ശാന്തിയും സമാധാനവും നമുക്ക് നേർന്നുകൊണ്ട് അല്ലാഹു തആലാന്റെ ഇന്ന് മാത്രം അവതരിക്കുന്നതായി പ്രത്യേകം മലക്കുകൾ, അവന്റെ അർശ് എന്ന മഹാഗോളത്തിന്റെ ചുറ്റും നിൽക്കുന്ന മലക്കുകൾ, റമദാനിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾ, അതിൽ തന്നെ ലൈലത്തുൽ ഖദറിൽ മാത്രം അവതരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ, അതും റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾ, പ്രഭാതത്തിന്റെ പുലരി വരെ അല്ലാഹുവിന് വേണ്ടി ഈ രാത്രി ഹയാത്താക്കുന്ന ആളുകൾക്ക്, സജീവമാക്കുന്ന ആളുകൾക്ക് ശാന്തിയും സമാധാനവും നേരുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ താല്പര്യം. അത് ഈ രാത്രി പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴേക്ക് ആവതുപോലെ പരമാവധി സമയം ഈ രാത്രികളിൽ പുണ്യങ്ങളിലും സുഹൃത്തുക്കളിലും ദിക്റുകളിലും, ദിക്റിന്റെ സദസ്സുകളിലും, പ്രാർത്ഥനകളിലും, ഉപദേശങ്ങളിലും, വഅദുകളിലും, ഖുർആൻ പാരായണത്തിലും, നമസ്കാരത്തിലും മറ്റു ഇബാദത്തുകളിലുമൊക്കെയായി മുഴുകുന്നവർക്ക് അല്ലാഹു തആല പുണ്യം നൽകും. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഈ രാത്രി മുഴുവൻ ഹയാത്താക്കുന്ന അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിയങ്ങളുടെ ദുആകളിലും പ്രാർത്ഥനകളിലും പങ്കു നൽകി അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മോട് കനിയുമാറാവട്ടെ. വിശുദ്ധ ഹറം ശരീഫുകളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളിൽ നല്ല നല്ല ഭക്തന്മാരും ഔലിയാക്കളും പണ്ഡിതന്മാരും ഉലമാക്കളും സയ്യിദുകളും അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വിവിധ വിഭാഗത്തിലും ഗ്രേഡിലുമുള്ള മഹത്തുക്കളുമുണ്ട്. അത്തരം ആളുകളുടെ ദുആയും അല്ലാഹു ഏതൊരടിയാന്റെ ദുആ സ്വീകരിക്കുന്നുവോ, ഒരടിയാക്കിയ ദുആ സ്വീകരിക്കുന്നുവോ, ആ ദുആകളിലെല്ലാം നമുക്ക് പങ്കു നൽകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾക്ക് നീ സ്വീകരിക്കുന്ന ദുആകളിലൊക്കെയും നീ പങ്കു നൽകണമേ നാഥ. നിന്നോട് പ്രാർത്ഥിക്കേണ്ടതറിയാത്ത ഈ പാവങ്ങൾക്ക് നീ സ്വീകരിക്കുന്ന ദുആകളിൽ നീ പങ്കു നൽകണേ റഹ്മാനായ നാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്നലെ സംസാരിച്ചു വെച്ചിരുന്നടുത്ത് ഒരൽപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം തന്നെയാണ്. 4ാം ഘട്ടത്തിലെ ജീവിതത്തിന്റെ യാത്ര, മനുഷ്യ ജീവിത യാത്ര ചെന്നവസാനിക്കുന്നത് ഖബറിലാണ് എന്ന് നമ്മൾ പറയുന്നു. ഖബർ ഒരു ഘട്ടമാണ്. 4ാമത്തെ ജീവിതത്തിന്റെ ഘട്ടം അവസാനിക്കുന്നു. ആ അവസാനിക്കുന്ന ഖബർ അനന്തമായി നീളുന്നില്ല. അതിനും ഒരു പരിധിയുണ്ട്.
അതിനൊരന്ത്യമുണ്ട്, അതിനൊരവസാനമുണ്ട്. ആ അവസാനം വരെയുള്ള ഘട്ടം മനുഷ്യൻ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷണത്തിന്റെയും കർമ്മങ്ങളുടെയും വേദിയും ഭൂമിയുമായ ഈ ദുനിയാവിന്റെയും അതിന്റെ ഫലങ്ങൾ മുഴുവൻ അല്ലാഹു തആല നൽകാൻ വേണ്ടി ശാശ്വതമായ ജീവിതം നിശ്ചയിച്ചിട്ടുള്ള ആഖിറത്ത് എന്ന പരലോകത്തിന്റെയും ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഇടത്താവളമാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ അകത്തെ ജീവിതത്തെ, അതായത് മരണത്തിനു ശേഷം ഉദ്ധാന നാൾ വരെ, പുനരുദ്ധാന നാൾ വരേക്കുള്ള സമയത്തെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ താവളമാണ്. നശിക്കുകയല്ല, ജീവൻ നഷ്ടപ്പെടുകയല്ല, ഒരു പ്രത്യേകതര ജീവൻ അവിടെ സംഭവിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്. ആത്മാവും ജഡവും ചേർന്നിട്ടുള്ള മനുഷ്യന്റെ ആത്മാവിനോളം തന്നെയല്ല ശരീരത്തിന് പ്രാധാന്യം, അതിലുപരി പ്രാധാന്യം ശരീരത്തിനുണ്ട്. എനിക്കിപ്പോ കോഴിക്കോട്ട് എത്തണം, 8 മണിക്ക് എത്തണം എന്നെന്റെ ആത്മാവ് എന്നോട് നിർബന്ധിച്ചാൽ അവിടെ എത്തണം എന്നെന്റെ ആത്മാവ് തീരുമാനിക്കും, ആശിക്കും, ആഗ്രഹിക്കും. പക്ഷേ ആ സമയത്ത് എത്താൻ കഴിയില്ല. എന്താണ് തടസ്സം? ജഡമാണ് തടസ്സം. നമ്മുടെ ഈ ജഡം. എന്റെ ആത്മാവിന് ഒറ്റക്ക് പോകാൻ ജഡമില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ല. നമുക്കിപ്പോ മക്കത്ത് പോയി എന്നൂടെ, സ്വർഗത്ത് പോയി വരാതെ. ഒരാൾ സ്വർഗത്തിൽ എവിടെയൊക്കെ പോയി വരും. തൃശങ്കുവിന്റെ സ്വർഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം കാണാം. ആയത്തിലും ഹദീസിലൊക്കെ വിവരിക്കുന്ന സ്വർഗം വരെ അല്പം നമുക്ക് കിനാവായിട്ട് കണ്ടാലും നമ്മുടെ ആത്മാവ് അവിടെ പോവാണ്. ഈ ആത്മാവിന്റെ പ്രയാണം പോലെയല്ല ജഡമുണ്ടാകുന്നു. ജഡത്തിന് പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള ഈ ജീവിതയാത്രയിലെ 4ാം ഘട്ടം, ഇവിടെ ആത്മാവാണ് ആ ജഡത്തിന്റെ ചാലകശക്തിയും ജഡത്തിന്റെ പ്രചോദനവും ജഡത്തെ ചലിപ്പിക്കുന്നതും അതിന്റെ ജീവനും ആത്മാവും എല്ലാമെങ്കിലും ഈ ആത്മാവിനേക്കാൾ സ്വാധീനം പലപ്പോഴും ഇവിടത്തെ ജീവിതത്തിൽ ജഡത്തിനാണ്. ഈ ജഡം തീർത്തും നശിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ പരലോക ജീവിതത്തിനിടക്കുള്ള ബർസഖിലെ പൊതു അവസ്ഥ. എല്ലാ ജഡവും എല്ലാവരുടേതും അവസാനിക്കും എന്ന് നമ്മൾ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ നിശ്ചയമായും അവരവരുടെ ജഡത്തോടുകൂടെ തന്നെ, ഉടലോടുകൂടെ തന്നെ യാതൊരു പോറലും ഏൽക്കാതെ ജീവിക്കുന്നു വിശ്വസിക്കണം. അത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഹദീസുമാണ്. മറ്റു പല സജ്ജനങ്ങൾക്കും സദ്വത്തർക്കും ചില സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ഈ പ്രത്യേകതയുണ്ട്. ചില മണ്ണിന്റെ പ്രത്യേകത കൊണ്ടും ജീവിക്കുമ്പോൾ ജഡം നശിക്കാതെ നിന്നൊന്നു വരാം. പക്ഷെ ആ ജഡം അനങ്ങുന്ന ജഡമല്ല. ഖബർ മാറ്റി നോക്കിയാൽ ചലിക്കുന്ന ജഡമല്ല. നമ്മൾ നേരത്തെ എങ്ങനെയാണോ മയ്യത്ത് കാണുമ്പോൾ കണ്ടത്, ആ നിശ്ചലമായ ചേതനയേറ്റ ജഡം തന്നെയാണ്. കാരണം ജഡത്തിന് അവിടെ പ്രാധാന്യമില്ല. ഈ ഘട്ടത്തിൽ അവിടെ ആത്മാവിനാണ് പ്രാധാന്യം. ആത്മാവാകട്ടെ മരണത്തിൽ നശിക്കുന്നില്ലല്ലോ. മുന്തിയവരുടെ ആത്മാവ് ഉയരങ്ങളിലേക്ക് ഉയരുകയാണ്, മോശപ്പെട്ടവരുടെ ആത്മാവ് സിജ്ജീനിലേക്ക് താഴുകയാണ്. ഏറ്റവും ദുഷിച്ച ആത്മാവ്, ആ ഉയർന്ന ആത്മാവിന് ഖബറടക്കപ്പെട്ട ജഡവുമായിട്ടുള്ള ഒരു ബന്ധമുള്ള, ഒരു പ്രത്യേകതരം ബന്ധമുള്ള ഒരു ജീവിതമാണ് അവിടുത്തെ ജീവിതവും. ഇതിനെ ഖുർആനും ഇസ്ലാമും അല്ലാഹു പരിചയപ്പെടുത്തുന്നത് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ എന്നാണ്. ഭൂമി മണ്ണിൽ ജീവിക്കുന്ന 4ാം ഘട്ട ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച പരീക്ഷണത്തിന്റെ ജീവിതം. അല്ലാഹുവിന്റെ നിയമങ്ങൾ ബാധകമായ ജീവിതം നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ നിയമങ്ങൾ ബാധകമായ പ്രവൃത്തി ഫലപ്പെടുന്ന, കർമ്മം ചെയ്താൽ ഫലപ്പെടുന്ന. ഇനി നമ്മൾ പ്രവർത്തിക്കാതെ കരുതിയിട്ട് ഫലമില്ല. ഭൂമി മണ്ണിൽ നിന്ന് നമ്മൾ പുറത്തു പോയാൽ പിന്നെ പ്രവൃത്തിയുടെ ലോകമല്ല, കർമ്മത്തിന്റെ ലോകമല്ല. പിന്നെ അവിടെ കർമ്മത്തിന് സ്ഥാനമില്ല. കർമ്മം ഉണ്ടായേക്കാം, പക്ഷെ കർമ്മത്തിന് പരലോകത്ത് പ്രതിഫലമില്ല, ശിക്ഷയുമില്ല. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന രക്ഷയും ശിക്ഷയും ഒക്കെ ഇവിടത്തെ ഈ ഭൂമി മണ്ണിൽ ജീവിക്കുന്ന ഈ സമയത്ത് 4ാം ഘട്ട ജീവിതയാത്രയിലെ ഈ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ആ പ്രവർത്തനം കഴിഞ്ഞാൽ അവരുടെ മുൻപിലുള്ളത് ബർസഖിന്റെ ജീവിതമാണ്. ഇലാ യൗമി യുബ്അഥൂൻ, അവരെ പുനരുദ്ധരിക്കപ്പെടുകയും പുനരുദ്ധാനം നടത്തപ്പെടുകയും ചെയ്യപ്പെടുന്ന നാൾ വരെ. അതൊരു പ്രത്യേക നാളാണ്. ഒരു വെള്ളിയാഴ്ച, മിക്കവാറും റമളാൻ മാസത്തിലെ വെള്ളിയാഴ്ച, റമളാൻ പകുതിയുടെ വെള്ളിയാഴ്ചയാണ് മിക്കവാറും പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടുള്ള ആ നാൾ വരികയെന്ന് ചില ഹദീസുകൾ സ്പഷ്ടമായി വ്യക്തമാക്കിയതായി കാണാം.
എങ്ങനെയും വെള്ളിയാഴ്ചയാണെന്ന വിവരം ഏതാണ്ട് സ്വഹീഹായ ഹദീസാണ്. ഒരു വെള്ളിയാഴ്ച വരുന്ന ആ പുനരുദ്ധാനത്തിന്റെ നാൾ വരേക്കുമുള്ള ആ ജീവിതം ബർസഖാണ്. ഖബറിലാവട്ടെ, ഇനി ഖബറിലൊന്നുമില്ലാതെ ചിലർ ജഡങ്ങളെ ചുറ്റി ധരിച്ചിട്ട് ഭസ്മമാക്കിയിട്ട് വല്ല നദികളിലൊക്കെ ഒഴുക്കുമല്ലോ. ഇനി ചില ജഡങ്ങൾ കിട്ടാതെ വല്ല വിമാനത്തിലൊക്കെ തട്ടിക്കരിഞ്ഞു പോവാലോ. ചില ജഡങ്ങൾ ഇല്ലാതെ പോകാം. കടലിൽ പോയിട്ടുള്ള ജഡങ്ങൾ ഉണ്ടാവാം. വന്യമൃഗങ്ങൾ കടിച്ചു കീറി നശിപ്പിച്ചിട്ടുള്ള ജഡങ്ങൾ ഉണ്ടാകും. ഇവർക്കൊക്കെയും ജീവിതമുണ്ട്. അതൊക്കെയും ബർസഖ് ജീവിതമാണ്. ഖബറിലാവട്ടെ, ഖബറിലല്ലാതിരിക്കട്ടെ, മരണം എന്ന പേരിൽ നാം മനസ്സിലാക്കുന്ന ആ സംഭവം കഴിഞ്ഞാൽ പിന്നീട് പുനരുദ്ധാനത്തിന്റെ ഖിയാമത്ത് എന്ന ആ നാൾ വരേക്കുമുള്ള ബർസഖിലെ ജീവിതമാണ് ഈ ജീവിതം. ഇതൊന്ന് വിലയിരുത്തി നോക്കൂ. ഇടുക്കാർന്ന ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം നിശ്ചയിക്കപ്പെട്ട ആയുസ്സൃതിയുടെ കാലം നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് പിന്നെ പോകുന്നത് അതുപോലെ മറ്റൊരു ഇട്ടറയിലേക്കാണ്. ആ ഇട്ടറയിൽ നിന്ന് മറ്റൊരു ഇട്ടറ, ഒരിടുക്കിൽ നിന്ന് മറ്റൊരു ഇടുക്ക്. ولم يبق بين الضيق والضيق فرجة إلا كان الله بالعبد يرحم. ഒരിടുക്കിൽ നിന്ന് മറ്റൊരു ഇടുക്ക്, ഉമ്മയുടെ അതിരത്തിൽ നിന്നും ഒരു മനുഷ്യന്റെ താമസ സ്ഥലം മാറിയിട്ട് പിന്നെ ഭൂമിക്കടിയിലുള്ള ഒരു ഇടുക്കാർന്ന കുഴിയിലേക്ക് അവന്റെ താമസം മാറുന്നതാണല്ലോ മനുഷ്യന്റെ ജീവിതകാലം. ഒരിടുക്കിൽ നിന്ന് മറ്റേ ഇടുക്കിലെത്തുന്ന മനുഷ്യന് രക്ഷയുണ്ടോ? ഇല്ല. ഈ രണ്ടിടുക്കുകൾക്കിടയിൽ ശേഷിക്കുന്നത് രാജാതിരാജനായ യജമാനനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടോ? ആ റഹ്മായ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയിട്ടുള്ളവർ മാത്രം രക്ഷപ്പെടും. അല്ലാതെ ഒരു വിടവും ഈ രണ്ടിടുക്കിനിടയിൽ ഇല്ല എന്നും ഈ രണ്ടിടുക്കും താണ്ടാതെ ഒരു മനുഷ്യനും കടന്നു പോകാൻ പറ്റില്ല എന്നും നമുക്കെല്ലാവർക്കും പരമബോധ്യമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ പ്രകാരമുള്ള ലോകത്തേക്ക് നമ്മൾ എത്തിയാൽ ഇവിടെ യഥേഷ്ടം അവിടെ ഒരുക്കുന്ന പാഥേയം, ആ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന വഴിച്ചോറ്, ഒരു വഴിച്ചോറാണല്ലോ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഇടക്കാലത്ത് ആ ജീവിതത്തിലുള്ള പാഥേയം ഇവിടെ നമ്മൾ ലഭിക്കുന്ന ആയുസ്സിൽ ചെയ്ത സുഹൃതങ്ങളും കർമ്മങ്ങളും മാത്രമാണ്. എത്രയോ വഴന്നുകളിൽ നമ്മൾ കേട്ടതാണ്, എത്രയോ വൃതികളിൽ കേട്ടതാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഉറുദിയുടെ ലക്ഷ്യം. വീണ്ടും വീണ്ടും ഉണർത്തപ്പെടുകയാണ് വിശ്വാസം ജ്വലിച്ചു നിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാധ്യമം. ആ പറയുന്ന അമലല്ലാത്ത മറ്റൊന്നും അവിടെ നമുക്ക് ഭക്ഷണമായി ആ ജീവിതത്തിലെ സന്തോഷത്തിൽ കിട്ടില്ല. നമ്മളും പോകേണ്ടത് ആ ഖബറിലേക്കാണ്. നമ്മൾ സിയാറത്ത് ചെയ്തു വന്നത് ആ ഖബറാളികളെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ ഖബറാളികൾക്കാണ്. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കി കാത്തിരിക്കുന്നത് ആ ഖബറാളികൾക്കാണ്. ഈ ഖബറാളികളും ഇനി നമ്മൾ നാളെ ഖബറിലേക്ക് ചെന്നാൽ നമ്മളും, എനിക്കും നിങ്ങൾക്കും ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്കും ഒക്കെ ഖബറിന്റെ അകത്ത് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന പാഥേയം തീർച്ചയായും അവരുടെ ജീവിതകാലത്ത് അവർ പ്രവർത്തിച്ച സുഹൃത്തുക്കൾ മാത്രം. ഒരു മനുഷ്യനോട് അവന്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആ കർമ്മം അല്ലാതെ മറ്റൊന്നും തന്നെ അവന്റെ ഖബറിലേക്ക് ചേരുന്നില്ല. വസ്ത്രമില്ല, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മനുഷ്യ ജഡം മരിച്ചു കിടന്ന് അവനെ നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോ അവനെ മറമാടുന്നതിനെ വേണ്ടിയിട്ട് ആദരവോടുകൂടെ വെറും തനി മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്നത് അപമാനമാണ്, നിന്ദയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ നിന്ദിക്കൽ ഒഴിവാക്കാൻ മാത്രമാണ് നമ്മൾ കഫൻ കുടവാണിയിരിക്കുന്നത്. 3 കഷ്ടം. ഈ കഫൻ കുടവാണിയിരിക്കുന്നത് ആദരിക്കാൻ മാത്രമാണ്. ഈ ആദരിക്കുന്ന കഫൻ കൊടിയോടുകൂടെ നമ്മൾ കൊണ്ടുപോകുന്നതിൽ ഈ മയ്യത്ത് ശേഖരിച്ച ഒന്നുമില്ല. ഒന്നുണ്ട്, അവൻ പ്രവർത്തിച്ചിട്ടുള്ള കർമ്മങ്ങൾ മാത്രം. മനുഷ്യൻ പ്രവർത്തിച്ചതല്ലാതെ ഒന്നും അവന്റെ ഖബറിന്റെ അകത്ത് മനുഷ്യനോട് ചേരുന്നില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഈ കർമ്മങ്ങളോടൊപ്പം മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്ന അവന്റെ കർമ്മങ്ങളുടെ ചില നല്ല ഫലങ്ങൾ, നല്ല കനികൾ ഖബറിലെ ഈ ബർസഖിന്റെ ജീവിതത്തിന് ഉപകാരപ്പെടും.
അതാണ് മയ്യത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. ഈ മയ്യത്തിന് ഉപകാരപ്പെടുന്ന കാര്യം അവൻ ജീവിതത്തിൽ നല്ല കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്ന ആളാണെങ്കിലും, മണ്ണിന് മുകളിൽ അവന്റെ ജീവിതകാലത്ത് അവൻ സുഹൃതങ്ങൾ ചെയ്യാത്തവനാണെങ്കിലും, അല്ലാഹു തആല ആ ഖബറാളിക്ക് ചിലപ്പോൾ അവന്റെ കർമ്മങ്ങളുടെ ഭാഗമായി എണ്ണുന്ന തരത്തിൽ അവന്റെ കർമ്മഫലങ്ങളുടെ നല്ല ഫലങ്ങളായി കിട്ടുന്ന പലതും അവന് ഉപകാരപ്പെടും. അതിലൊന്നാണ് അവന്റെ മക്കളുടെ പ്രാർത്ഥന, ബന്ധുക്കളുടെ പ്രാർത്ഥന, ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥന, വിശ്വാസികളുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന തീർച്ചയായും ഈ ഇടത്താവളമായ ബർസഖിന്റെ ലോകത്ത് ഉപകാരപ്പെടും. ആ പ്രാർത്ഥന കേവലം ഉപകാരപ്പെടുമെന്ന് മാത്രമല്ല, ആർത്തിയോടെ ഖബറാളികൾ ഈ പ്രാർത്ഥന കാത്തിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മൽ മയ്യിതു ഫീ ഖബരിഹി ഇല്ലാ കൽ ഗദീഖിൽ മുതഗബ്ബിസ്. വിളിച്ചാർത്തുകൊണ്ടിരിക്കുന്ന ഒരു മുങ്ങിപ്പൊങ്ങുന്ന മനുഷ്യൻ വെള്ളക്കയത്തിൽ മുങ്ങിയാൽ, നദിയിൽ മുങ്ങിയാൽ, കോറിയിൽ മുങ്ങിയാൽ, കടലിൽ മുങ്ങിയാൽ, ആ മുങ്ങിപ്പൊങ്ങുന്ന മനുഷ്യൻ ഒരു പുൽപ്പടിക്ക് വേണ്ടി, തന്നെ കാക്കാൻ വേണ്ടി, കൈപിടിക്കാൻ വേണ്ടി എങ്ങനെ വിളിച്ചാർക്കുമോ അങ്ങനെ വിളിച്ചാർക്കുന്ന ഒരു മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്നവനെ പോലെയാണ് മയ്യത്ത് ഖബറിൽ. ഒരു പ്രാർത്ഥനയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ മയ്യത്ത്. വല്ല പ്രാർത്ഥനയും കിട്ടുമോ? തന്റെ ബാപ്പാന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ സഹോദരന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ സുഹൃത്തിന്റെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെയോ ഇഷ്ടക്കാരന്റെയോ പിരിശക്കാരന്റെയോ വിശ്വാസിയുടെയോ ഏതെങ്കിലും നാട്ടുകാരന്റെയോ പ്രാർത്ഥന കാത്തിരിക്കുകയാണ് മയ്യത്ത് മുങ്ങിപ്പൊങ്ങുന്നവരെ പോലെ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, നമ്മുടെ ഖബറാളികളുടെ ഈ പ്രതീക്ഷയും കാത്തിരിപ്പും നമ്മൾ സഫലമാക്കേണ്ടവരല്ലേ? എപ്പോഴും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സമ്മാനിച്ചു കൊണ്ടിരിക്കണം. കൂട്ടത്തിൽ പ്രത്യേകമുള്ള നമ്മുടെ സന്തോഷത്തിന്റെ സുഹൃതങ്ങളുടെ ദിനങ്ങളാകുമ്പോ ആ ദിനങ്ങളിൽ നമ്മൾ അവരെ വിസ്മരിക്കാതെ, നമ്മളിവിടെ ജീവിക്കാൻ കാരണക്കാരായ, നമ്മളിവിടെ ഉണ്ടാകാൻ കാരണക്കാരായ, നമ്മൾ നമ്മളായിട്ട് രൂപപ്പെടാൻ എന്താണോ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന ഘടകമെങ്കിൽ ആ ഘടകം സ്വന്തം ഭാര്യയുടെ ശരീരത്തിന്റെ ഭാഗത്തേക്ക്, ഗർഭപാത്രത്തിലേക്ക് സമ്മാനിച്ച ഉപ്പ, അത് പേറിക്കൊണ്ട് നമ്മളെ ചുമന്ന് നടന്നിട്ടുള്ള ഉമ്മ, നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മ, അക്കാലത്ത് നമ്മൾ ഉമ്മ വെച്ചുകൊണ്ട് നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇത്താത്തമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മൾ ഓമനിച്ചു വളർത്തിയിട്ടുള്ള നമ്മുടെ കൊച്ചനുജത്തിമാർ, നമ്മൾ നോക്കി സ്നേഹിച്ച് വളർത്തിയിട്ടുള്ള നമ്മുടെ കൊച്ചനുജന്മാർ, ഇവരൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതീക്ഷയോടുകൂടെ കുത്തിരിക്കുന്ന ഖബറാളികളുടെ കൂട്ടത്തിൽ പെടുമ്പോ നമ്മൾ അവരുടെ പ്രതീക്ഷത്തൊക്കെ അവർക്ക് പ്രാർത്ഥിക്കണം. ഇത് കേവലം ബന്ധുക്കൾ മാത്രം നടത്തേണ്ട പ്രാർത്ഥനയില്ല. വിശ്വാസികൾ മൊത്തമായി ഈ പ്രാർത്ഥന കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂറൂ മൗതാക്കും വസല്ലിമൂ അലൈഹി വസല്ലു അലൈഹി. നിങ്ങൾ ഖബറാളികളെ സന്ദർശിക്കണം. ജീവിതകാലത്ത് സന്ദർശിക്കുന്നത് പോലെ നിങ്ങൾ പോയി സന്ദർശിക്കണം. മരിച്ചോൽ അവിടെ, നമ്മളിവിടെ, ഇവിടുന്ന് ഒരു ഫാത്തിഹോദിയാലും കിട്ടില്ലെന്നാ ചിലരൊക്കെ. അരസന്മാർക്ക് ഒപ്പം പള്ളിയിൽ നിന്ന് ഒരു ഫാത്തിഹോദിയ, വീട്ടിൽ നിന്നൊരു ഫാത്തിഹോദിയ കിട്ടില്ലേ? കിട്ടും. അല്ലാഹു തആല സ്വീകരിച്ചാൽ ഫലമുണ്ട്. പക്ഷെ സന്ദർശിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ബാപ്പാക്കും വേണ്ടി ഇവിടെ ഇങ്ങനെ കുത്തിരുന്നു, ബാപ്പ ജീവിച്ചിരിക്കുന്നു, ബാപ്പാനെ പോയി കാണൂല മകൻ. എന്നാൽ ഈ മകനോട് ബാപ്പാക്ക് എത്ര ഇഷ്ടം കാണും. ഞാൻ എന്നോ പ്രാർത്ഥിക്കാണ്ട്, ബാപ്പ നിങ്ങൾക്ക് പുല്ലുവന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് യാസീനോ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഖുർആൻ കത്തം ചോദിക്കുന്നത് എന്നാൽ ജീവിച്ചിരിക്കുന്ന ബാപ്പാക്ക് പൊരുത്താവോ? നമ്മളെ കാണേണ്ട ബാപ്പാക്ക് കാണേണ്ട വേണം, കാണേണ്ട ഉമ്മാക്ക് കാണേണ്ട വേണം, കാണേണ്ട സമയത്ത് തന്നെ കാണണം. വൈകിയാൽ പ്രശ്നമാകും, പ്രയാസമാകും. എങ്കിൽ ഖബറിന്റെ അകത്തേക്ക്, ബർസഖിന്റെ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോയാക്കിയിട്ടുള്ള ആളുകൾ നമ്മെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്ന അവർക്ക്, ജീവിച്ചിരിക്കുന്ന നമുക്ക്, മരിച്ച അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന മാത്രം പോരാ. അവരെ ഇടയ്ക്കിടെ പോയി സന്ദർശിക്കണം. സന്ദർശിച്ചവരോട് സലാം പറയണം. അവർക്ക് വേണ്ടി നിങ്ങൾ നല്ലപോലെ ദുആ ചെയ്യണം. എല്ലാവരോടും. കാരണം ആ സന്ദർശിച്ചു പോയി ദുആ ചെയ്യുന്നതിൽ നിങ്ങൾക്കും നേട്ടമുണ്ട്, നിങ്ങൾക്ക് പാഠമുണ്ട്, ചിന്തയുണ്ട്. ഈ കല്ലുകളോടുകൂടെ കിടക്കുന്ന ആ ഖബർ നീണ്ടു കിടക്കുമ്പോ അതിന്റെ മുൻഭാഗം ചെന്ന് ബാപ്പാ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ് സലാം പറയുമ്പോ ആ ബാപ്പ കിടക്കുന്ന ആ ഖബർ നാളെ എനിക്കും ഇതുപോലൊരു കുഴിയാണല്ലോ, ഇതുപോലെ എന്റെ ഈ
ഇസാഖത്താണല്ലോ. എന്റെ മക്കൾ എന്നെ വന്ന് സന്ദർശിക്കുമോ, എന്റെ മക്കളെനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ, എന്റെ മക്കളെനിക്ക് വേണ്ടി സംഭാവന ചെയ്യുമോ, 27-ാം രാവിന്റെ പ്രാർത്ഥനയിൽ പെടുത്തുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ തീർച്ചയായും ഒരു പാഠമാണ് ഈ ഖബറിന്റെ സന്ദർശനം. അതുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിർദ്ദേശം നൽകുന്നു. അത് മാതാപിതാക്കളോ മറ്റോ മരിച്ചവർക്ക് മാത്രമുള്ള നേട്ടമല്ല, മരിച്ചവരെ സിയാറത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്കും നേട്ടമുണ്ട്. ഉമ്മാന്റെ ബാപ്പാന്റെ ഖബർ കൂടെ ഒരാൾ പോയി സിയാറത്ത് ചെയ്താൽ, അല്ലെങ്കിൽ ഒരാളെ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബർ പോയി സിയാറത്ത് ചെയ്താൽ, അത് ഉമ്മയാവട്ടെ ബാപ്പയാവട്ടെ, ഉമ്മ ബാപ്പാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ആഴ്ചക്കൊരു ദിവസം വെള്ളിയാഴ്ചയിൽ, എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ഈ സിയാറത്ത് ചെയ്യുന്ന മകന്റെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കും. മയ്യത്തിന് ദുആ ചെയ്ത് മയ്യത്തിന് മാത്രമല്ല നേട്ടം, ദുആ ചെയ്യുന്ന നമുക്കും നേട്ടം കിട്ടും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കും. അവനെ അല്ലാഹു തആല രേഖപ്പെടുത്തും. ഉമ്മവാപ്പാന്മാർക്ക് ഗുണം ചെയ്യുന്ന നല്ല മകനായി. ഉമ്മവാപ്പാന്മാർക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വഴിയല്ലേ അള്ളാഹ്ക്ക് ചെയ്യുന്ന സേവയ്ക്ക് പുറമെ, അതായത് യജമാനമായ റബ്ബിന് ചെയ്യുന്ന വണക്കം കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന സേവനത്തിലും സേവയിലും ബിർറിലും വെച്ച് ഏറ്റവും പുണ്യം ഉമ്മാക്കും വാപ്പാക്കും ചെയ്യുന്ന പുണ്യമാണെന്നൊരു സുവിദിതമാണ്. എല്ലാ മതക്കാരും സമ്മതിക്കും, മതമില്ലാത്തവരും സമ്മതിക്കും. ദൈവം കഴിഞ്ഞാൽ ഉമ്മ, ദൈവമുള്ളൂ. ദൈവമില്ലാത്തവർക്കാണെങ്കിൽ ഉമ്മന്നെ അവർക്ക് എല്ലാത്തിനും ഉമ്മ, അപ്പുറത്തേക്ക് വേറൊന്നുമില്ലല്ലോ. ഏതായാലും ഉമ്മി ബാപ്പി എന്ന് പറയുന്നതാണ് ഏറ്റവും മുന്തിയവർ. ആ ഉമ്മ വാപ്പാന്മാർക്ക് ബിർറ് ചെയ്യുന്ന ഗുണവാനായി രേഖപ്പെടുത്തും ആഴ്ചാന്തം വെള്ളിയാഴ്ച സിയാറത്ത് ചെയ്യുന്ന ആളുകളെ. ജീവിതകാലത്ത് വാപ്പാനോട് തെറ്റിയോ, ഉമ്മാനോട് പിണങ്ങിയോ, അല്ലെങ്കിൽ ഉമ്മാക്ക് ദേഷ്യമുള്ളവർ കല്യാണം കഴിച്ചു കൊടുത്തതിന്റെ ശേഷം ഉമ്മാർക്ക് ചിലപ്പോ ഉണ്ടാവുമല്ലോ. ചിലപ്പോ അനാവശ്യ ദേഷ്യമാകാം, ചിലപ്പോ കാരണമുള്ള ദേഷ്യമാകാം. എന്തോ ആവട്ടെ, അത്തരം ദേഷ്യമുള്ള ഉമ്മാക്കും വാപ്പാക്കും ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുഹമ്മദ് ബിൻ സീരീൻ എന്ന താബിഈ പണ്ഡിതൻ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നർ റജുല യമൂതു വാലിദാഹു വഹുവ ആഖുൽ ലഹുമാ. ഒരു മനുഷ്യന്റെ മാതാപിതാക്കൾ ആ മനുഷ്യൻ ഭേദ്യം ചെയ്ത് അനുസരണക്കേട് കാണിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മാതാപിതാക്കൾ വെറുപ്പോടുകൂടെ ഒരിക്കൽ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയേക്കാം. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ വെറുപ്പ് നീങ്ങി അവരുടെ ഇഷ്ടം കിട്ടാൻ എന്താ മാർഗം? ഖബർ മാറ്റി പൊളിച്ചിട്ട് നോക്കിയാൽ ഓനെ കിട്ടൂലല്ലോ. ചിരിച്ചു പൊരുത്തപ്പെടിക്കാൻ ജീവനോടെ നമുക്ക് അവരെ ലഭിക്കില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുന്നു, മടക്കം വരുവോല മനുഷ്യന് മാതാപിതാക്കൾ വെറുപ്പിക്കുക എന്നതും ഒരു തെറ്റല്ലേ, തെറ്റും കുറ്റവുമാണെങ്കിൽ ശിർക്കല്ലാത്ത കുഫറല്ലാത്ത മറ്റെന്തു തെറ്റുകളും അല്ലാഹു തആല പൊറുക്കും. ഇതാണല്ലോ നമ്മുടെ ആശ, ഇതാണല്ലോ നമുക്ക് ജീവിക്കാനും മുന്നോട്ടുള്ള പ്രയാണത്തിനും നമുക്കൊരു പിടിവള്ളിയായി നിൽക്കുന്ന ഏറ്റവും നല്ലൊരു രക്ഷാകവചം. അല്ലാഹു സ്വീകരിക്കും തൗബ. അല്ലാഹു നമ്മുടെ ഒക്കെ പാപങ്ങൾ വിട്ടുകൊടുത്തു മാപ്പാക്കുമാറാവട്ടെ. എന്തു പാപം? ശിർക്കും കുഫറുമല്ലാത്ത മറ്റെന്തു പാപവും ഏത് തമ്മാടുത്തും 100 ആളുകളെ കൊന്ന മനുഷ്യന്റെ 100 മനുഷ്യന്മാരെ കൊന്നൊരു കൊലയാളി എന്ന് നിരൂപിച്ചൊക്കെയാണ്. അയാളുടെ തൗബ സ്വീകരിച്ചു എന്നല്ലേ ബുഖാരി മുസ്ലിം ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾ പഠിപ്പിച്ചു. അപ്പൊ ഏത് പാപവും പൊറുക്കും. അതുപോലെ മാതാപിതാക്കൾ വെറുപ്പിച്ച പാപവും പൊറുക്കും. പൊറുക്കാൻ എന്താ മാർഗം? അതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. പടച്ചോനോട് ഖേദിച്ച് പടച്ചോനോട് പശ്ചാത്തപിച്ചുകൊണ്ട് പൊരുത്തപ്പെടാൻ വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുന്നതിനൊപ്പം മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ കാലശേഷം അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരിലും മാതാപിതാക്കളെ പ്രസാദിപ്പിച്ചവരിലും അവനെ രേഖപ്പെടുത്തും. ഇബ്നു അബിദുന്യയും ഇബ്നു അദീബിന്റെ വേദന ചെയ്ത ഹദീസാണിത്. ഇത് നമ്മൾ പ്രത്യേകം ഗൗനിക്കണം. മാതാപിതാക്കളെ ജീവിതകാലത്ത് ഉറപ്പിക്കാത്തവർ മിക്കവാറും കുടുംബ ജീവിതത്തിൽ ഓല പൂർണ്ണ ഇഷ്ടം നേടിയവർ വളരെ കമ്മിയാവും. പിന്നെ വയസ്സൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമ്മളൊക്കെ ജീവിതത്തിന്റെ രീതിയൊക്കെ മാറുമ്പോൾ ചിലപ്പോ നന്നാവും. മിക്കവാറും എന്തെങ്കിലും ഒരു അനിഷ്ടം അതവുകൾ അവരോട് വരാത്തവരുണ്ടാവില്ല. വിശേഷിച്ച് ഉമ്മാനോട് അതവുകൾ വരാത്തവർ ജീവിതത്തിൽ ഉണ്ടാകില്ല. പാലിക്കേണ്ട ആദരവോടുകൂടെ ഉമ്മാനെ ആദരിച്ച് ജീവിക്കുന്നവരാരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വാപ്പാനെ ചിലപ്പോൾ
പേടിയുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങളെ കാണുമ്പോഴോ പൊതുസമൂഹത്തിനിടയിലോ? ഉമ്മ പറഞ്ഞാൽ ഒപ്പം കയറി കുത്തിരിക്കുക, ഒപ്പം കയറിയാക്കുക, ഉമ്മാന്റെ ആ കാര്യങ്ങളിലെ ആദരവൊക്കെ നമുക്കൊരു കട. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്കൊക്കെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിഹാരവും പ്രായശ്ചിത്തവും നൽകാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അത് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കേവലം ദുആ മാത്രം പോരാ. നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കളുടെയും ഇഷ്ടക്കാരുടെയും സന്ദർശനം ഒരു മയ്യത്തിനെ സംബന്ധിച്ച് ആ മയ്യത്തിന് അനുപേക്ഷണീയമാണ്, ആ മയ്യത്തിന് ആവശ്യമാണ്. കാരണം ഏകാന്തത എന്നൊരു മനുഷ്യനുണ്ടല്ലോ. ഒറ്റ ഒരു പള്ളിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുത്തിരി നോക്കിയാണ്, പേടിയൊന്നുമില്ലാത്ത മനുഷ്യനാണെങ്കിലും അപ്പ അയാൾ അനുഭവിക്കുന്ന ഒരു മനസ്സിന്റെ വെറുപ്പുണ്ടല്ലോ. ആ വെറുപ്പിന്റെ പേര് ഏകാന്തതമാണ്. മനുഷ്യൻ സമൂഹജീവിയാണ്. മനുഷ്യൻ സമൂഹജീവി എന്ന നിലക്ക് അയിനാ മനുഷ്യന്റെ പേര് തന്നെ വരുന്നത് പറഞ്ഞാല് കമ്പനി കൂടുമ്പോഴും കൂട്ടം കൂടുമ്പോഴും സന്തോഷം, ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി ഒരു സദസ്സിന്റെ തന്നെ ആള് കൂടിയിരിക്കുന്ന ഒരു ഭാഗവും ആള് കുറഞ്ഞൊരു ഭാഗവും പോയാൽ പിന്നെ വരുന്നവരൊക്കെ ഈ കൂടിയിരിക്കൊടുത്താ പോവുക. ഈ ഒഴിഞ്ഞോടത്തല്ല, ഒഴിഞ്ഞോടത്ത് ഞാനവിടെ പൂരിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കാൻ ഞാൻ ആരും ചിന്തിക്കൂല. എല്ലാവരും ആള് കൂടിയത് എവിടെയാ ഭൂരിപക്ഷത്തിന്റെ കൂടെ ഒഴുകുക എന്നത് മനുഷ്യന്റെ ഒരു നിലയാണ്. ഇതാണ് എന്റെ പേരാവും. സമവർഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ ഒരു സന്തോഷം. ഈ സന്തോഷത്തിന്റെ ഉള്ളവർ എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ട മനുഷ്യനാകുമ്പോ മിക്കവാറും മനുഷ്യന്മാർക്ക് ആ ഒരു ഈരാസ് കിട്ടും. അത് കിട്ടല് മരിച്ചു കിടക്കുന്നവർക്കും ആവശ്യമാണ്. കാരണം മരിച്ചവർ ജീവൻ നശിച്ചു പോയവരല്ല, ജീവൻ തൽക്കാലം നീങ്ങി മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങിയവരാണ്. ആ ജീവിതവും ഈ ജീവിതവും തമ്മിൽ പരസ്പര പൂരകമായി എപ്പോഴും ബന്ധപ്പെടുന്നില്ലെങ്കിലും അള്ളാഹു നിശ്ചയിച്ച അളവിൽ പരിധികളോടുകൂടെ ബന്ധമുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ പൂർണ്ണമായും ആത്മാവ് ശരീരത്തിൽ ഇറങ്ങും. അതിൽപ്പെട്ടതാ വെള്ളിയാഴ്ച. അതാ വെള്ളിയാഴ്ച സിയാറത്ത് ചെയ്യാൻ റസൂലുള്ള നിർദ്ദേശിച്ച താല്പര്യം. വെള്ളിയാഴ്ച രാവ് മുതൽ പകൽ വരെ മുഴു സമയം ആത്മാവുമായി ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് ബന്ധമുണ്ട്. അത് നമ്മൾ പണ്ടേ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിട്ട് ആ ഖബറാളികൾ സിയാറത്ത് ചെയ്യുന്ന പതിവ് നടത്തി വരുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈ സുഹൃത്തുക്കൾ ചെയ്യാൻ നമ്മെ അള്ളാഹു തുറക്കുമാറാവട്ടെ. കൂട്ടാളികൾ വിസ്മരിക്കാത്തവരെ പ്രത്യേകം ഓർക്കണം. ശനിയാഴ്ചയുടെ രാവിലെ സമയത്തും ഇതുണ്ടാകും. വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ചയുടെ പ്രഭാത സമയത്തും നേർന്ന ബന്ധം. മറ്റുള്ള സമയത്തൊക്കെ ഒരു തരം ബന്ധം. ആ ബന്ധത്തിലും സലാം പറഞ്ഞാൽ മടക്കും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആവും, സന്ദർശിക്കുന്നവരാണ്. പക്ഷെ നേരിട്ട് റൂഹന്റെ ബന്ധമുള്ളത് ആ സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഈ മയ്യത്തിന് മൂസ് കിട്ടും. നമ്മക്ക് കിട്ടൂലെങ്കിലും ആ മയ്യത്തിന് സന്തോഷം കിട്ടും. ആയിഷ റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, സ്വന്തം സഹോദരന്റെയോ ഇഷ്ടക്കാരന്റെയോ തിരിശക്കാരന്റെയോ മാതാപിതാക്കളുടെയോ ഖബറിൽ പോയിട്ട് ലേശം സന്ദർശിക്കുക. കുറച്ചേരം അവിടെ കുത്തിരിക്കുക, ആദ്യം ഓതിയിട്ടുണ്ട് ആരംഭിച്ചിരിക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, നോക്കി അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നാലും ഈ സന്ദർശകനെ കൊണ്ട് ഈ മയ്യത്തിന് സന്തോഷം കിട്ടും. മയ്യത്ത് സന്തോഷിക്കും, ബാപ്പ സന്തോഷിക്കും. കാണാൻ ചെന്ന ബാപ്പ ജീവിതകാലത്ത് നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെ സന്തോഷിക്കുമോ? നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ഉമ്മ എങ്ങനെ സന്തോഷിക്കുമോ? ഗൾഫിൽ നിന്ന് വരുന്ന മകനെ ഉമ്മ കാണുമ്പോൾ എത്ര സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുമോ? അവിധത്തിൽ ഇടക്കൊന്ന് ചെല്ല ഗൾഫിൽ നിന്ന് ബാപ്പ ഖബറിന്റെ അടുത്തേക്ക് ചെല്ല. ഗൾഫിൽ നിന്ന് വരുമ്പോ എന്നാൽ ആ ബാപ്പാക്ക് ജീവിതകാലത്ത് വരുന്ന പോലത്തെ സന്തോഷം ഉണ്ടാവും. പറയുന്നതിനൊക്കെ ആ ബാപ്പയോ ഉമ്മയോ മയ്യത്തോ തിരിച്ചു പറയുകയും ചെയ്യും. നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ തിരിച്ചു പറയും. ദ്വാരക്കനട്ടോ ഇഷ്ടപ്പെടട്ടോ എന്ന് പറഞ്ഞാൽ ദ്വാരക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് പറയും. നമ്മൾ എന്താണോ അവരോട് സംസാരിക്കുന്നതെങ്കിൽ അതിനെ ചെയ്യും. പക്ഷെ നിങ്ങൾ കേൾക്കൂല. ഈ ആൾ എഴുന്നേൽക്കുന്നത് വരെ ഈ മയ്യത്ത് തിരിച്ചു പറയുകയും തിരിച്ചു പ്രാർത്ഥിക്കുകയും മടക്കം ഇങ്ങോട്ട് തരികയും ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഒരു സിയാറത്തിന് വേണ്ടി അള്ളാന്റെ റസൂലിന്റെ ഉമ്മ നബിയുടെ കുട്ടിക്കാലത്ത് വഫാത്തായ തന്നെ 6 വയസ്സാവുമ്പോൾ, ഈ 6 വയസ്സാവുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ ഉമ്മ ഏർപ്പെട്ടിട്ടുണ്ട്. ഉമ്മാനെ ഓർമ്മയോടുകൂടെ കാണാൻ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പറ്റുന്ന പ്രായത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഉമർ എന്നവർ വിവരിക്കുകയാണ്, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കൂടെ പോകുമ്പോൾ ഖബറുകൾ നിൽക്കുന്നിടത്തേക്ക് ചെന്നു. ആ ഖബറുകൾ ഇരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖബറിന്റെ അടുത്തേക്ക് ഇരുന്നു.
നബിയെ തൊട്ട് അടുത്തിരിക്കുന്നത് അപ്പൊ ഞാനാ, ഏറ്റവും അടുത്ത് ഞാനാ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചാളല്ല. 1000 വാഹനക്കാർ, 1000 യാത്രയുടെ കൂടെയുള്ള യാത്ര. ആ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂല് ഒരു ഖബറിലിരുന്നു. ഇരുന്നിട്ട് കണ്ണ് നിറച്ച് അല്ലാഹുവിന്റെ റസൂല് കരയുന്നു. ഒരു ഖബറിന്റെ അടുത്ത് ഇരുന്നിട്ട് റസൂൽ അങ്ങനെ കരയാ. നബിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാനും കരഞ്ഞു. കാരണം തിരിയാതെ പെട്ടെന്ന് കരയുന്ന ആളല്ല മഹാനാൾ റസൂലുള്ളാഹിന്റെ കരച്ചിലിന്റെ ഗൗരവം കൊണ്ട് ആ കരച്ചിലിനെ കുറിച്ച് റിവായത്തുകളുണ്ട്. അന്നാളിൽ കരഞ്ഞ അത്ര അല്ലാഹുവിന്റെ റസൂൽ തന്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി അന്നാളിൽ കരഞ്ഞ അത്ര വേറെ കരഞ്ഞിട്ടില്ല. അത്ര ശക്തമായി നബി കരഞ്ഞു. അക്കരച്ചിൽ കണ്ടാൽ പിന്നെ സ്വഹാബത്തിന് നിയന്ത്രണം വിടൂലേ. നമ്മളടുത്തിരിക്കുന്ന നമ്മളെ ഇഷ്ടക്കാരെങ്കിലും കരഞ്ഞാൽ അപ്പൊ നമ്മളെ കണ്ണു അറിയില്ല. ഇതിന് വേറെ ഒന്നും പോണ്ട. കരഞ്ഞോലെ കാണുമ്പോൾ കണ്ണു അറിയാം. അതാണ് സ്വന്തം കരയാൻ കഴിയാത്തവർ കരയിനോടൊപ്പം പോയിരിക്കട്ടെ, എന്നിട്ട് കരയട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ള കരച്ചിൽ സ്വഹാബാക്കൾ കരഞ്ഞു. മുഴുവൻ പേരും കരഞ്ഞു. എല്ലാരും കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ശാന്തത വന്ന ശേഷം ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാ കരഞ്ഞത്? കാര്യം എന്താണെന്ന് പഠിപ്പിക്കാനുള്ള പുറപ്പാടാണ്. നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കരഞ്ഞപ്പോ നമ്മൾ തങ്ങളെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് കരച്ചിൽ വന്നു, അടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാനിരിക്കുന്ന ഈ ഖബർ എന്റെ പൊന്നുമ്മാന്റെ ഖബറാണ്. എന്നെ പ്രസവിച്ച ഉമ്മ, 6 വയസ്സാകുമ്പോൾ വിട്ടുപോയ ഉമ്മ, ഒരു യാത്രക്കിടയിൽ പരിചാരികയായിരിക്കുന്ന എന്റെ കൂടെയുള്ള കൂട്ടുകാരി, എന്റെ സേവനക്കാരിയായ ഉമ്മു ഐമൻ ബീവിയുടെ കയ്യേൽപ്പിച്ചുകൊണ്ട് വഴിയിൽ വീണുപോയ ഉമ്മ, അങ്ങനെ മരണപ്പെട്ടു പോയ ഉമ്മ. ആ ഉമ്മയുടെ ഖബറാണ് ഞാൻ ഇരിക്കുന്ന ഖബർ. ആമിനത്ത് ബിൻതി വഹബ്, വഹബിന്റെ മോൾ ആമിന ബീവിയില്ലേ, ആമിന ബീവിയുടെ ഖബറാണ് ഈ ഖബർ. ഇസ്തഗ്ദംതു റബ്ബി ഫീ സിയാറതിഹാ, എന്റെ ഉമ്മാന്റെ ഖബർ ഒന്ന് സന്ദർശിക്കാൻ ഞാൻ അനുവാദം തേടുകയായിരുന്നു. അല്ലാഹു തേടി അല്ലാഹു എനിക്ക് ഇപ്പോൾ അനുവാദം തന്നു. ഫസ്തഗ്ദംതുഹു അൻ അസ്തഗ്ഫിറ ലഹാ, എന്റെ ഉമ്മാക്കൊന്ന് പൊറുക്കല്ല തേടട്ടെ ഞാൻ റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ പറ്റൂലെന്ന് പറഞ്ഞു. അല്ലാഹു സമ്മതിച്ചില്ല. ഇതിൽ പ്രത്യേക പാഠമുണ്ട്. മാപ്പിരക്കാൻ പറ്റാത്തവരാണ് ആമിന റളിയല്ലാഹു അൻഹ എന്നതുകൊണ്ടല്ല. ആമിന ബീവി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ റളിയല്ലാഹു അൻഹ എന്ന് ചൊല്ലാറുണ്ട്, റസൂലുള്ളാഹിന്റെ ഉമ്മാനെയും വാപ്പാനെയും. ആ ആമിന ബീവി പക്ഷേ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് മരണപ്പെട്ടവരല്ലേ. ഇസ്ലാം മുമ്പ് വരുന്നതിന് മുമ്പ് കാരണപ്പെട്ടവർ ഒരുപാടായി. അവരൊക്കെ ആഖിറത്തിൽ രക്ഷപ്പെട്ടവരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം അറബികൾക്ക് ഒരു 4000-3000 കൊല്ലം ഒരു നബിയില്ല. ഭൂലോകത്ത് തന്നെ ഒരു 600 കൊല്ലം ഒരു നബിയില്ല. ആ കാലത്താണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നബിയായി. അപ്പൊ നബിമാരില്ലാത്ത കാലത്ത് മരണപ്പെട്ടവർക്ക് നിയമമില്ല. അള്ളാഹിന്റെ വിധികൾ ബാധകമല്ല. അക്കാലത്ത് മരിച്ചവരൊക്കെയും പരലോകത്ത് രക്ഷപ്പെട്ടവരാണ്, സ്വർഗസ്ഥരാണ്. അക്കൂട്ടത്തിൽ എന്തായാലും ആമിൻ വീഴുകൊള്ളുമല്ലോ. പക്ഷേ ഒന്നുണ്ട്, കണ്ടവരൊക്കെയും അക്കാലത്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനും മറ്റും പോയാൽ ആ കൂട്ടത്തിൽ നരകവാസികളായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെയും ഇസ്തിഗ്ഫാർ നടത്തുക, മരിച്ച വാപ്പാക്കും ഉമ്മാക്കും കാഫിരീങ്ങളാണെങ്കിലും മാപ്പിരക്കുക എന്ന ഒരു നടപടി വന്നു ചേരും. ഇതൊരു നടപടിയാകാൻ ഇടയാക്കുമെന്ന് കരുതി അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാവിന് മാപ്പിരക്കാൻ അല്ലാഹു തആല അനുവാദം നൽകിയില്ല. സങ്കടപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. തങ്ങൾ പറഞ്ഞു, ഫഅദറകനി മാ യുലികുൽ വലദ മിനൽ റിഖ, ഒരു മകന് സ്വന്തം ഉമ്മാക്ക് ദുആക്കാൻ പറ്റില്ല എന്ന് വരുന്ന ഒരു പ്രത്യേക നിർമ്മലതല്ലേ, ഹൃദയത്തിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു കരുണയില്ലേ, അത് വഴിഞ്ഞൊഴുകിക്കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പോലും മാതാവിനെ സന്ദർശിക്കാൻ അനുമതി തേടിയിട്ട് ദുആയിരക്കാൻ അനുമതി തേടിയെങ്കിൽ നമ്മൾ ആലോചിക്കണം, നമുക്ക് അല്ലാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നു ദുആ ചെയ്യാൻ. നമ്മുടെ വാപ്പാര് മുസ്ലിമീങ്ങളാണ്, നമ്മുടെ ഉമ്മാര് മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം വന്ന ശേഷം പരമ്പരാഗതമായി ഇസ്ലാമിലൂടെ കടന്നു വന്നവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ മാപ്പിരുന്നുകൊണ്ടിരിക്കണം, സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖബറുകൾ ഓതുകയും ചെയ്യാം, അതും ഉപകാരപ്പെടും. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം
ഞാനൊരു ജനാസയിൽ നിൽക്കുന്നു അലി ഇബ്നു മൂസ ഹദ്ദാദ് ഇത് ഉദ്ധരിക്കുന്ന ആരാണ്? ഇമാം ഗസാലി. ഇമാം ഗസാലി ഉദ്ധരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആളെ വൽപ്പം ചെയ്യുന്നു. ഇമാം ഗസാലി ഉദ്ധരിക്കുന്നു അലി ഇബ്നു മൂസ ഹദ്ദാദ് പറയുന്നു, ഞാൻ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോടൊപ്പമാണ്. ഞങ്ങളുടെ കൂടെ മുഹമ്മദ് ബിൻ ഖുദാമ എന്ന് പറയുന്ന വലിയ മഹാനും അഹ്മദ് ബിൻ ഹംബലും അദ്ദേഹം ഏതാണ്ട് ഒപ്പത്തു. അനി വഴുത മഹാന്മാരന്മാർ. ഞങ്ങളങ്ങനെ പോകുന്നതിനിടയിൽ ഒരു മയ്യത്തിന്റെ കൂടെയാണ് ഞങ്ങൾ പോയത്. ആ മയ്യത്തിനെ മറമാടി കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ കടന്നു വന്നു. വലിയ കണ്ണില്ലാത്ത മനുഷ്യൻ, കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ കടന്നു വന്നിട്ട് എത്ര ഖബർ, ഈ മറമാടപ്പെട്ട ഖബറിന്റെ അടുക്കൽ നിന്ന് ഓതാൻ ഖബറിന്റെ അടുത്ത് ഓതാൻ തുടങ്ങിയപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഏ മനുഷ്യ, ഇന്നൽ ഖിറാഅത ഇൻദൽ ഖബരി ബിദ്അ, ഖബറിന്റെ അടുത്ത് ഓതൽ ബിദ്അത്താണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത് ഇത് മാത്രം കേട്ട് പോകരുത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാ ഖബറിന്റെ അടുത്ത് ഓതൽ ബിദ്അത്താണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിലക്കി. എന്നിട്ട് ഞങ്ങൾ പോന്നു. പക്ഷെ മുഹമ്മദ് ബിൻ ഖുദാമ കൂടെയുണ്ട്. തന്നെക്കാൾ മുതിർന്നവരും തന്നെക്കാൾ ഉയർന്നവരുമാവുമ്പോ ആ ഉയർന്ന ആളുടെ അഭിപ്രായം പറയുമ്പോൾ ഇടക്കിട്ട് പറയുന്നതോ തിരുത്തുന്നതോ ശരിയല്ലാതെ മനസ്സിലാക്കി അതത് കൊണ്ട് മുഹമ്മദ് ബിൻ ഖുദാമ അവനൊന്നും വേണ്ടിയില്ല. അലി ഇബ്നു മൂസ പറയാ, ഫലമ്മാ ഖറജ്നാ മിനൽ മഖാബിർ, ഈ ഖബറിന്റെ ഇടയിൽ നിന്നും ഖബറാളികളുടെ ഇടയിൽ നിന്നും അതിന് ദുആ ചെയ്യുന്നവരുടെ ഇടയിൽ നിന്നൊക്കെ ഞങ്ങൾ മാറിയപ്പോ മുഹമ്മദ് ബിൻ ഖുദാമ ശബ്ദിച്ചു. അഹ്മദ് എന്നവരോട് ചോദിച്ചു, യാ അബാ അബ്ദുല്ലാ, ആദരവോടുകൂടി വിളിക്കുന്ന മുബശ്ശിർ ബിൻ ഇസ്മാഈൽ അൽ-ഹൽബി. മുബശ്ശിർ ബിൻ ഇസ്മാഈൽ എന്നറിയുന്ന ആളെങ്ങനെ കൊള്ളാൻ സ്വീകരിക്കാം, വാക്ക് കൊള്ളാൻ പറ്റുന്ന സ്വീകരിക്കാൻ പറ്റുന്ന മഹാനാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തിന് ഹദീസ് എഴുതിയിട്ടുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഞാനും എത്രയോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിച്ചു. അഹ്മദ് ബിൻ ഹംബൽ സ്വീകരിക്കുന്ന നല്ല റിപ്പോർട്ടറാണ്, വലിയ പണ്ഡിതരാണ് എന്ന് മനസ്സിലാക്കിയപ്പോ മഹാനോട് പറഞ്ഞു, എന്നാൽ മുബശ്ശിർ ബിൻ ഇസ്മാഈൽ, ആ മഹാനായ മുബശ്ശിർ എന്നവർ എന്നോട് നേരെ പറഞ്ഞു, എന്ന മഹാനത്തൊട്ട് അദ്ദേഹം തന്റെ പിതാവ് എന്നവരെ തൊട്ട് ആ മഹാൻ വസിയ്യത്ത് ചെയ്തു, അയാളെ മറമാടപ്പെട്ടാൽ അൽ-ബഖറ സൂറത്തിന്റെ ആദ്യ ഭാഗവും അൽ-ബഖറ സൂറത്തിന്റെ ആമന റസൂലു എന്നതിന്റെ അവസാന ഭാഗവും നമ്മളെ അല്ലാതെ ചൊല്ലില്ലേ, ഈ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഓതാൻ ഇയാൾ വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്നാണ്ട് റസൂലിന്റെ പുന്നാര സഹാബി ഇബ്നു ഉമർ എന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, യൂസി ബിലാലിക, തന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതാൻ വസിയ്യത്ത് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് എന്ന് എന്നോട് നിങ്ങളോട് ഞാൻ ചോദിച്ച മുബശ്ശിർ ബിൻ ഇസ്മാഈൽ പറഞ്ഞ ഹദീസാണ്, വിവരമാണ് എന്ന് പറഞ്ഞപ്പോ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അതെയോ, എന്നാൽ വേഗം ചെന്നിട്ട് ഞാൻ ഓതണ്ടാകുന്ന മനുഷ്യനോട് ഓതാൻ വേണ്ടി തിരിച്ചു പറയണമെന്ന് അഹ്മദ് ബിൻ ഹംബൽ. നമ്മളൊരു മനസ്സിലാക്കാൻ ഓൻ്റെ അടുത്ത് ഞാൻ വലിയ മണ്ടിയാൻ തന്നെ നിന്നോട്ടെ, ഇനി നമുക്ക് രണ്ടാമത് ആക്കാമോ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, തിരിച്ചു പറ, അയാൾ ഓതട്ടെ, അയാൾ ഓത്ത് മുടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴും അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയും, ഇദാ ദഖൽതുമുൽ മഖാബിറ ഫഖറഊ ബിഫാത്തിഹത്തിൽ കിതാബ് വൽ മുഅവ്വിദതൈൻ വഖുൽ ഹുവല്ലാഹ്. നിങ്ങൾ ഖബറാളികളുടെ അടുത്ത് ചെന്നാൽ, ഖബറിൽ ചെന്നാൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലയും മുഅവ്വിദതൈനുമെങ്കിലും ഓതണം. വജഅലൂ സവാബ ദാലിക ലിഅഹ്ലിൽ മഖാബിർ, ആ മഖബറിലെ ആളുകൾക്കൊക്കെയും അതിന്റെ പ്രതിഫലം കൊടുക്കണം റബ്ബേ എന്ന് ദുആയും ചെയ്യണം. ഫഇന്നഹു യസ്ലു ഇലൈഹിം, അതിന്റെ പുണ്യം ആ ഖബറാളികൾക്ക് എത്തുമെന്ന് ഇതേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പിന്നീട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇത് ഇബ്നു തൈമിയ അംഗീകരിക്കും, ഇബ്നുൽ ഖയ്യിം അംഗീകരിക്കും, സഊദിയിലെ എല്ലാ ആളുകളും അംഗീകരിക്കും. പക്ഷെ അവരെ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില പുതിയവർക്ക് മാത്രമേ അംഗീകാരമില്ലായുള്ളൂ. അതുകൊണ്ട് തന്നെ ഖബറാളികൾക്കുള്ള ഖുർആനോത്തും ആവശ്യം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും ഇന്ന് കബൂലാക്കുമാറാവട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഒക്കെ പ്രാർത്ഥനയിൽ അല്ലാഹു നമുക്ക് പങ്കു നൽകുമാറാവട്ടെ. നമ്മുടെ ദുആയും പ്രാർത്ഥനയും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ.